അവസാനത്തെ ക്ലാസ്സാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരാൻ പോകുക. കാരണം ഓരോ അധ്യായം വായിച്ച് നമുക്ക് പോകാൻ ഒക്കത്തില്ല. എങ്കിലും പ്രസക്തമായത് മാത്രം നമ്മൾ എടുക്കുക. Okay. So we'll keep in mind that we're reading a letter that was first written to Hebrew people. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടല്ലോ. എബ്രായ വിശ്വാസികൾക്ക് ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. I want us to look at Hebrews chapter 11 for a few minutes together. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരാൻ പോവാ. But first, go ahead to chapter 12 for a moment. ഒരു നിമിഷം നേരത്തേക്ക് 11 വായിക്കുന്നതിന് മുൻപ് 12-ൽ കയറിയിട്ട് നമുക്ക് 11-ലോട്ട് വരാം. എബ്രായർ 12 ഉണ്ടോ എല്ലാവരും? Let's just read the first 2 verses of chapter 12. 12-ന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. I like that. Keep your eyes on Jesus. നിങ്ങളുടെ ദൃഷ്ടി യേശുവിൽ തന്നെ ആയിരിക്കട്ടെ. Let him be our focus. അവനെയാണ് നാം ശ്രദ്ധിച്ച് നോക്കേണ്ടത്. What does it say? He endured the cross. അവൻ ക്രൂശിനെ സഹിച്ചു. And he sat down at the right hand of God's throne. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. When you sit down, what is the idea of that? എപ്പോഴാണ് നമ്മൾ ഇരിക്കുന്നത്? If he sat down, he is finished. ഇരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്ത് തീർത്തു എന്നതാണ് അതിൻ്റെ അർത്ഥം. He has completed what needed to be completed for us. എന്ത് ചെയ്യാനാണോ എന്നെ ഏൽപ്പിച്ചത് അത് താൻ ചെയ്ത് തീർത്തു എന്നതിൻ്റെ അർത്ഥം. He has finished. അവൻ ചെയ്ത് തീർത്തിരിക്കുന്നു. പല ഭാഗത്ത് കാണാം യേശു ഇരുന്നു എന്നുള്ളത്. And when he's writing, when the letter is written to the Hebrews, എബ്രായർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ what has he finished? എന്താണ് അവൻ തീർത്തത്? ചെയ്ത് തീർത്തത് എന്താണ്? He has finished the law and the prophets. നോക്കുക, പ്രവാചകന്മാരെയും ന്യായപ്രമാണത്തെയും അവൻ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. I've sometimes had people ask me with a little bit of concern. ചില ഒരു ആകാംക്ഷയോടുകൂടെ ആളുകൾ ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഒരു പ്രത്യേക കരുതലോടെ ചോദിക്കാറുണ്ട്. They say, but didn't Jesus say that the law will not pass away until it's all been fulfilled? കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണം നീങ്ങി പോകത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. Yeah, he did talk like that. തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ പറഞ്ഞായിരുന്നു. And he was right. കർത്താവ് പറഞ്ഞു ശരിയുമാണ്. The law would not end until it was fulfilled. ന്യായപ്രമാണം സമ്പൂർണ്ണമായി നിവൃത്തിയാക്കപ്പെടാതെ ന്യായപ്രമാണത്തെ നീക്കാൻ ഒക്കത്തില്ല. So he fulfilled it. എന്നാൽ താൻ അത് പൂർത്തിയാക്കി. So it can be closed. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? ന്യായപ്രമാണത്തെ നീക്കാനായിട്ട് സാധിക്കും. It's finished. അത് കഴിഞ്ഞിരിക്കുന്നു. It had its time and its purpose. ന്യായപ്രമാണത്തിൽ എന്ത് ആവശ്യപ്പെട്ടിരുന്നോ അത് ക്രിസ്തു സമ്പൂർണ്ണമായി നിവർത്തിച്ചിട്ട് അതിനെ നീക്കി മാറ്റി. It's finished. അത് അവസാനിപ്പിച്ചു. We still learn from it. നമ്മളിപ്പോഴും അതിൽ നിന്ന് പഠിക്കുന്നുണ്ട് പലതും. But we don't take the Jewish law and bring it into our Christianity. എന്നാൽ ന്യായപ്രമാണം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത യഹൂദ മതത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരമല്ല നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 8-ാം നാളിൽ പോയി എല്ലാത്തിനും എന്ത് ചെയ്യണമായിരുന്നു? പരിശോധന ഏൽപ്പിക്കണമായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉള്ളതെല്ലാം. So the 12-ാം അധ്യായത്തിൽ പറയുന്ന ഒരു 2 പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഭാരം, പാപം, ആ 2 പദങ്ങൾ. He says, lay aside every sin or every weight and the sin that traps us. നോക്ക്, അവിടെ പറയുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം.
അവിടെ മുറുകെ പറ്റുക എന്നുള്ളതിനെ കളയുന്ന എന്നാണ് ട്രാപ്പ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മെ കുടുക്കിക്കളയുന്ന പാപങ്ങൾ. I was reading that verse one day several years ago now. അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, and I'd probably read it many times before. അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഞാൻ ഈ വേദഭാഗം വായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? But the words finally caught my attention. എന്നാൽ അന്നാണ് ഈ പദം പെട്ടെന്ന് എൻ്റെ ചിന്തയെ ഒന്ന് ഉടക്കിയത്. Every weight and the ഭാരവും sin. പാപവും. There is weight that is not sin. എല്ലാ ഭാരവും പാപമല്ല. Are we good? Okay. So there is weight ഭാരമുണ്ട്, that is not sin. ആ ഭാരങ്ങളെല്ലാം പാപമല്ല. But we are told to lay aside the weight. എന്നാൽ വചനം നമ്മോട് പറയുന്നു നമ്മൾ ആ ഭാരവും മാറ്റിക്കളയണമെന്ന്. What is the weight? എന്താണ് ഈ ഭാരം എന്ന് പറഞ്ഞേക്കുന്നത്? We are waiting to hear. You are waiting to hear the answer. I'm thinking of, who am I thinking of? Was it Peter or Paul in the earlier part of the New Testament? It's Peter writing a letter. No, it isn't. It's Paul speaking to Peter, if I remember correctly. And he says, why do you put on the Gentiles the burden that our forefathers could not bear? അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, നമ്മുടെ പിതാക്കന്മാർക്ക് പോലും ചുമക്കാൻ കഴിയാത്ത ഭാരം നിങ്ങൾ എന്തിനാ ഈ പുതുതായി വന്ന വിശ്വാസികളുടെ തലമേൽ കെട്ടിവെപ്പിക്കുന്നതെന്ന് ചോദിച്ചു. Do you remember that? ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഓർക്കുന്നുണ്ടല്ലോ. We couldn't carry it. നമുക്ക് തന്നെ ഇത് ചുമക്കാൻ പറ്റാത്ത ഭാരം our fathers couldn't carry it. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർക്കും ചുമക്കാൻ പറ്റാത്ത ഈ മതത്തിന്റെ ഭാരം. So why are you trying to put it on them? എന്തുകൊണ്ട് പുതിയ വിശ്വാസികളുടെ മേൽ നിങ്ങൾ ചുമത്തുന്നു, അവരെ കൊണ്ട് ചുമക്കാൻ പറയുന്നു? What was the weight? എന്തായിരുന്നു ആ ഭാരം എന്ന് പറയുന്നത്? The law. The law was the weight. ന്യായപ്രമാണമാ ആ ഭാരം എന്ന് പറയുന്നത്. Remember സാധാരണക്കാരനെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചുമക്കാൻ പറ്റാത്തൊരു ഭാരമാക്കി മാറിയിരിക്കുകയാണ്. Remember, the Old Testament says the law of the Lord is perfect. വേദപുസ്തകം പറയുന്ന യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതെന്നാ പറയുന്നത്. There's nothing wrong with the law. ന്യായപ്രമാണത്തിൽ കുറവുകളൊന്നുമില്ല. But what did we say from the book of Romans earlier today? എന്നാൽ റോമാലേഖനത്തിൽ നമ്മൾ ഇന്ന് രാവിലെ എന്തുവാ പഠിച്ചത്? The law had a weakness. ഈ ന്യായപ്രമാണത്തിനൊരു ബലഹീനതയുണ്ട്, ഒരു കുറവുണ്ട്. The weakness is me. അത് എൻ്റെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം, അല്ലെങ്കിൽ എൻ്റെ പിടിപ്പുകേട് നിമിത്തം, എൻ്റെ കഴിവുകേട് നിമിത്തം എനിക്ക് ഈ ന്യായപ്രമാണത്തെ മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അനുസരിക്കാൻ പറ്റുന്നില്ല. If it has to work with someone like me, the law has a weakness. നോക്കുക, എന്നെ പോലുള്ളൊരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഈ ന്യായപ്രമാണം എനിക്ക് ഒരു ഭാരമായിട്ട് മാറിയിരിക്കുക. കാരണം എനിക്കത് അനുസരിക്കാനായിട്ട് കഴിയുന്നില്ല. And we also read earlier today that sin will use the law for what it wants to do. നോക്കുക, അതുകൊണ്ട് എന്ത് പറ്റുന്നു, ഈ ന്യായപ്രമാണത്തെ കരുവായിട്ട് ഉപയോഗിച്ച് എന്നെ പാവി എന്നുള്ള ഒരവസ്ഥയിലേക്ക് ന്യായപ്രമാണം എന്ത് ചെയ്യുക, എന്നെ തള്ളി വിട്ടുകൊണ്ടേയിരിക്കുക. എന്നും ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എന്ത് ചെയ്യും, തെറ്റിക്കും. So the writer of Hebrews says, lay aside both the weight and the sin. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞത്, സകല ഭാരവും. The sin is not okay. പാപവും. But the law is not the solution. ഞാനൊരു കാര്യം പറയാം, ഈ പാപത്തെ പരിഹരിക്കാനായിട്ട് ന്യായപ്രമാണത്തെ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും സാധിക്കത്തില്ല. Jesus and his life within is the solution. യേശുവിന് മാത്രമേ നമ്മെ ഈ നുകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഈ ഭാരത്തിൽ നിന്ന് വെടിവെക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ വാക്യം ഓർക്കുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. ഏതാ ഈ മതത്തിൻ്റെ ന്യായപ്രമാണം എന്നുള്ള ഭാരം നമ്മുടെ മേൽ കെട്ടിവെച്ചിട്ട് നമ്മളെ കൊണ്ടത് പൂർത്തീകരിക്കാൻ ഒക്കുന്നുമില്ല. അങ്ങനെ ആ ഭാരത്തിൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. Okay, let's look at Hebrews chapter 11. അപ്പോൾ അതെന്തുവാന്ന് മനസ്സിലായല്ലോ. For a few എബ്രായ ലേഖനം ഇനി നമുക്ക് 11-ാം അധ്യായത്തിലോട്ട് വരാം.
the chapter of faith, if we could call it that. നോക്കുക, വിശ്വാസത്തിൻ്റെ ഒരു അധ്യായമെന്ന് നമുക്കതിനെ വിളിക്കാൻ പറ്റും. Remember the letter is written to Hebrews. എബ്രായ വിശ്വാസികൾക്ക് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണിതെന്നുള്ളത് മറക്കരുത് കേട്ടോ, അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. And the people who receive this letter, ഈ ലേഖനം ലഭിച്ചിരിക്കുന്ന ആളുകൾ, their background is Moses, but also the traditions of the elders as time had passed. നോക്കുക, ഈ വിശ്വാസം ലഭിച്ചിരിക്കുന്നവരുടെ പാരമ്പര്യം പോകുന്നത് മോശയിലേക്കാണ്. പക്ഷേ അവിടുന്നും കൂടെ കുറച്ചുകൂടെ പുറകിലോട്ട് ലേഖനകാരൻ കൊണ്ടുപോകുക. കാരണം അവർക്ക് സുപരിചിതമായ ചില പേരുകളാണ് ഇനി എബ്രായ ലേഖനകാരൻ ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നു? ന്യായപ്രമാണം മോശയിൽ കൂടെ വന്നെങ്കിലും മോശ തൊട്ടല്ല ഇവിടുന്ന് തുടങ്ങുന്നത്, മോശയ്ക്ക് പുറകിൽ നിന്നേ തുടങ്ങുന്നു. കാരണം എബ്രായ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ എബ്രായർക്ക് പരിചിതമായ ചില പേരുകളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. So chapter 11 is like the writer is kind of reminding the people of the great leaders of their time. നോക്കുക, ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ മോശയ്ക്ക് മുൻപേ ജീവിച്ചിരുന്ന വിശ്വാസ വീരന്മാരെക്കുറിച്ചും അവർ ഉന്നതന്മാരെന്ന് കരുതിയിരുന്ന ആളുകളിൽ നിന്നാണ് എബ്രായ ലേഖനകാരൻ വിശ്വാസത്തിൻ്റെ പട്ടിക തുടങ്ങുന്നത്. He's going to talk about Noah and Abraham and Moses and Joseph and all the names that the Hebrew people say, those are our great ancestors. നോക്കുക, യഹൂദന്മാർ അഭിമാനം കൊണ്ടിരുന്ന വിശ്വാസ വീരന്മാരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഹാബേല്, നോഹ, അബ്രഹാം എന്നിത്യാദി ആളുകളെ, മോശയ്ക്ക് മുൻപുള്ള ആളുകളെ എബ്രായ ലേഖനകാരനെടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക അവിടെ. But I was reading this chapter just a couple of years ago now. ചില വർഷങ്ങൾക്ക് മുൻപാണ് ഈ അധ്യായത്തെ ഞാനൊരു പുതിയ രീതിയിൽ ചിന്തിക്കാനും പഠിക്കാനും ആരംഭിച്ചത്. And I'd read it many times before. അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഈ അധ്യായം ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നൊന്നും ലഭിക്കാത്ത ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു അറിവ് ദൈവം എനിക്ക് അന്ന് എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തെക്കുറിച്ച് തന്നു. But while I was reading the middle of chapter 11, it's like my mind stopped and wouldn't let me read any farther. ഏതാണ്ട് ഇതിൻ്റെ പകുതിയോളം എത്തിയപ്പോഴത്തേന് എൻ്റെ മനസ്സ് അവിടെ ഉടക്കി നിന്നു. മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. But my mind wasn't stopped by what I read. ഞാൻ വായിച്ച ചില കാര്യങ്ങളാലായിരുന്നില്ല എൻ്റെ മനസ്സ് ഉടക്കി നിന്നത്. It was stopped by what I did not read. ഞാൻ അവിടെ എനിക്ക് വായിക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളാണ് എൻ്റെ മനസ്സിനെ ഇവിടെ ഉടക്കിയത്. Let's have a look at the passage together. നമുക്ക് നോക്കാം, വേദഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. And remember, these are Hebrew people reading about their ancestors that they know the stories about. ശ്രദ്ധിക്കണം, എബ്രായ വിശ്വാസികൾ യഹൂദന്മാരായിരിക്കുന്നവരാണ് ഈ കാര്യത്തെക്കുറിച്ച് വായിക്കുന്നതെന്ന് ഓർത്ത് വേണം. ഇത് വായിക്കുമ്പോഴെല്ലാം അവർ വായിക്കുന്നത് തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ പേരുകളായി ഇവിടെ പരാമർശിച്ചിരിക്കുന്ന മുഴുവനും. And the writer comes to a little section about Moses. അവിടെ മോശയിലേക്ക് പരാമർശം വന്നിരിക്കുകയാണ് ഇപ്പം. And the people they'd really have it, the writer would really have the people's attention now. നോക്കുക, മോശയുടെ അവിടത്തെ വരുമ്പോഴത്തേന് ഇവരുടെ ഹൃദയം കിടന്ന് തുടിക്കും. കാര്യം എന്നാ, ഇവർക്ക് അറിയാവുന്ന കുറേയും കൂടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ന്യായപ്രമാണ ദാതാവാണ് മോശ. അപ്പം മോശയെക്കുറിച്ച് പറയുമ്പോൾ കുറേയും കൂടെ അവരുടെ ഉള്ളം എന്ത് ചെയ്യുന്നുണ്ട്, തുടിക്കുന്നുണ്ട്. Moses was the great leader of our people. ഞങ്ങളുടെ ജനത്തിന് ഞങ്ങളുടെ വിമോചകനായി ദൈവം അയച്ച വ്യക്തിയാണ് മോശ എന്നുള്ള ആ ഒരു രക്തത്തളിപ്പ് ഇവർക്കെല്ലാം ഉണ്ട്. He was their great prophet. ഞങ്ങളുടെ വലിയ പ്രവാചകനാണ് മോശ. So I can see them reading the letter. നോക്കുക, അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ വായിച്ച മോശയുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേന് ഇവരുടെ കണ്ണുകൾ വികസിക്കുന്നുണ്ട്. ഇവർക്ക് വല്ലാത്തൊരു ആവേശം നമുക്ക് കാണാൻ കഴിയും. And so far they've been reading good reports about all the ancestors. മോശയ്ക്ക് മുൻപുള്ള പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ അവർ വായിച്ച് വരുമ്പോൾ മോശയിലേക്ക് എത്തുമ്പോഴത്തെ അവരുടെ ഭാവം പതുക്കെ മാറുകയാണ്. And they read about Moses and maybe they say, oh, this is getting really good now. നോക്കുക, മോശയുടെ അവിടേക്ക് എത്തുമ്പോഴത്തേനും അവർക്ക് മനസ്സിലായി, കാര്യങ്ങൾ നല്ല രീതിയിലേക്ക് നീങ്ങുക, ആവേശജനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുകയാണ് എന്നവർക്ക് മനസ്സിലാക്കാം. Let's start at verse 23. 23-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. And we'll read down to verse 30. 30 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ, നോക്കുക, മോശയെക്കുറിച്ച് ആരംഭിക്കുക. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു.
വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. വിശ്വാസത്താൽ മോശ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരതെളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. The writer of Hebrews has mentioned the great ancestors of Israel. ഇസ്രായേൽ ജനങ്ങളുടെ പൂർവ്വ പിതാവായിരിക്കുന്ന മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ. But before we go back to what we just read, have a look at verse 6. ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ ആഴമായി പ്രവേശിക്കുന്നതിന് മുൻപ് 6-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. I'm sure you know this verse. 6-ാം വാക്യം നിങ്ങൾക്കറിയാമല്ലോ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന് അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? Without faith, വിശ്വാസം കൂടാതെ it is impossible ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. to please God. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. Abel is said to have had faith in his offering. നോക്കുക, ഇവിടെ നാം വായിക്കുന്നു, ഹാബേൽ വിശ്വാസത്താൽ യാഗമർപ്പിച്ചു. Enoch walked with God by faith. ഹാനോക്ക് വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ നടന്നു. Noah showed great faith by building the ark over many, many years. നോഹ വിശ്വാസത്താൽ ഒരു പെട്ടകം തീർത്തു. Abraham is the great example of faith. വിശ്വാസത്തിന്റെ പിതാവായി അബ്രഹാം നിലകൊള്ളുന്നു. Moses is leading the people by faith. മോശ വിശ്വാസത്താൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുന്നു. Let's go back to what Pastor read for us. ഇനി വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. Look again at let's look at verse 29. 29-ാം വാക്യം. Go ahead and read that verse again if you would. Verse 29. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തെളിയും ആചരിച്ചു. By faith they crossed the Red Sea. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. By faith our ancestors crossed the Red Sea. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. This is exciting for the Hebrew people. അത് ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അതിശയകരമായ ഒരു അനുഭവമായിരുന്നു. This is a great victory for them. അത് അവരുടെ വലിയ ജയത്തിന്റെ ഒരു വലിയ കാര്യമാണ്. They had been slaves for hundreds of years. നൂറ്റാണ്ടുകളായിട്ട് അടിമത്വത്തിൽ കഴിഞ്ഞിരിക്കുന്ന ജനം. And Moses leads them out by faith. മോശ അവരെ വിശ്വാസത്തിൽ അവരെ പുറത്തെടുത്തു കൊണ്ടുവരികയാണ്. And by faith they crossed the Red Sea. അങ്ങനെ അവർ ചെങ്കടൽ കടന്നു. They've read about Abel. They've read about Noah. They've read about Abraham. They're reading about Moses. വിശ്വാസത്താൽ ഹാബേൽ ചെയ്തത്, ഹാനോക്ക് ചെയ്തത്, അബ്രഹാം ചെയ്തത് ഒക്കെ അവർ വായിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അവർ വരികയാണ്. മോശയുടെ അടുക്ക് വരുമ്പോൾ പറയുന്നു, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. They're expecting to celebrate more good things from their history. ഇനി ചെങ്കടൽ കടന്ന് ദൈവത്തിൽ നിന്ന് അത്ഭുതത്തിന്റെ അനേക കാര്യങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക. This is where my mind stopped when I was reading. പെട്ടെന്ന് എൻ്റെ മനസ്സൊന്ന് ഉടക്കി നിന്നേ. It did not stop because of what I read, but by what I didn't read. ഞാൻ അവിടെ വായിച്ച വാക്യത്തിലല്ല എൻ്റെ മനസ്സുടക്കിയത്, എനിക്ക് വായിക്കാൻ കഴിയാതെ പോയ ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. Read verse 29 again and then verse 30. 29-ഉം 30-ഉം വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. Remember, without faith, ശ്രദ്ധിച്ചാട്ടെ, വിശ്വാസം കൂടാതെ it is impossible ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. to please God. 29-ഉം 30-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. Verse 29 and 30. 29-ഉം 30-ഉം വായിക്കുന്നു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടൽ കൂടെ കടന്നു. അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. ശ്രദ്ധിച്ചോണനി. I'm imagining the Hebrew people reading the letter. എബ്രായ വിശ്വാസികളാണ് ഈ ലേഖനം വായിക്കുന്നത്. ഈ 29-30 വാക്യത്തിലേക്ക് അവർ എത്തി നിൽക്കുക. And they are maybe celebrating a little bit. നോക്കുക, ഇത് വായിച്ച് അവരിങ്ങനെ വലിയ ആവേശം കൊണ്ടിരിക്കുക. By faith they crossed the Red Sea. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. By faith വിശ്വാസത്താൽ
By faith they crossed the Red Sea. വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. By faith the walls of വിശ്വാസത്താൽ എരിഹോ മതിലുകൾ വീണു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് What do you mean by faith the walls of Jericho fell? വിശ്വാസത്താൽ എരിഹോവിൻ്റെ മതിൽ വീണു എന്ന് പറയുമ്പോൾ ചെങ്കടൽ കടന്നതും എരിഹോവിൻ്റെ മതിൽ വീണതും തമ്മിൽ 40 വർഷത്തെ ചരിത്രം കിടപ്പുണ്ട്. What happened യോർദാൻ between കിടന്നത് എന്താ എഴുതാഞ്ഞേ? What happened between the crossing of the Red Sea and the falls of the walls of Jericho? ചെങ്കടൽ കടന്നതും എരിഹോ മതിൽ വീണതിൻ്റെ ഇടയ്ക്ക് ഒന്നും നടന്നില്ലേ? വിശ്വാസത്താൽ What happened? എന്തോ അവിടെ സംഭവിച്ചേ? A lot of things happened. ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ 40 വർഷത്തിനിടയ്ക്ക്. They went to Mount Sinai. സീനായ് പർവ്വതത്തിലേക്ക് അവർ പോകുന്നു. They were given the law from God. ന്യായപ്രമാണം കിട്ടിയത് ഇതിൻ്റെ ഇടയ്ക്കാണ്. They received the priesthood of Aaron. അഹരോനെ പുരോഹിതനാക്കി വെച്ചത് ഇതിൻ്റെ ഇടയ്ക്കാണ്. The tabernacle was made. സമാഗമന കൂടാരം പണിയപ്പെട്ടത് ഇതിൻ്റെ ഇടയ്ക്കാണ്. They were told about the sacrifice. യാഗങ്ങൾ അർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്കാണ്. All those things that stand out in the stories of their history. ഈ 40 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം വൻകാര്യങ്ങൾ പറയാനുണ്ട് ഇവർക്ക്? Where is it in the chapter? അതന്നെ ആ 40 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും മഹത്തരമായ കാര്യങ്ങളെല്ലാം എഴുത്തുകാരൻ വിട്ടുകളഞ്ഞേ. By faith we crossed the Red Sea. വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. And the next thing the chapter tells us is the walls of Jericho. പിന്നെ പറയുന്നത് എരിഹോ മതിൽ വീണ കാര്യമാണ് പറയുന്നേ. The giving of the law and their life under the law for the rest of Moses' time is not written in the record of faith. ഇതിൻ്റെ ഇടയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചതും ഇസ്രായേൽ ജനങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരപ്പെട്ടതും ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ആ വിശ്വാസത്തിൻ്റെ കണക്കിൽപ്പെടുന്നില്ല. And if something is not by faith, what do we know about it? വിശ്വാസത്താൽ അല്ലാത്തതൊന്നും വരവഹിക്കത്തില്ല, എഴുതപ്പെടുന്നില്ല. What do we know about it? പിന്നെ അതെന്തുവാ? If it's not by faith, it's impossible to please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. 40 വർഷം ദൈവം ആ തലമുറയോട് നീരസപ്പെട്ടതിൻ്റെ കാരണം അവരുടെ വിശ്വാസത്താലല്ലായിരുന്നു. Do you remember the Apostle Paul used these words? അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന ഈ പദങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? The law is not of faith. ന്യായപ്രമാണം വിശ്വാസത്താലുള്ള നീതീകരണത്തെ അല്ല നമുക്ക് നൽകി തരുന്നത്. And do you remember we also read in the Bible that the people who left Egypt with Moses മോശയോടുകൂടെ മിസ്രയീം വിട്ട ജനങ്ങൾ were not the same people who entered the promised land. അവരായിരുന്നില്ല വാഗ്ദത്ത ദേശത്തേക്ക് With പ്രവേശിച്ചത്. only a few exceptions, they were all dead. യോശുവായും കാലേബും ഒഴിച്ച് ഒരു തലമുറ മുഴുവനും മരുഭൂമിയിൽ And പട്ടുപോയി. the New Testament tells us God was not pleased with that generation. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം ആ തലമുറയിൽ പ്രസാദിച്ചില്ല എന്ന്. Can you imagine reading this letter as a Hebrew person? ഒരു എബ്രായൻ എന്നുള്ള രീതിയിൽ ഈ 11-ാം അധ്യായത്തിൻ്റെ ഈ വാക്യം വായിക്കുമ്പോഴുള്ള അവൻ്റെ മാനസിക ചിന്ത മനസ്സിലായോ? I think maybe their mind would have stopped too. അവിടും ഒരു ഇതന്നെ ഈ 40 വർഷത്തിൻ്റെ ഇടയ്ക്ക് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയും നടന്നില്ലേ ഇവിടെ? Go ahead, Lionel. What's that? Go ahead, read that. Law is not based on faith, but rather on obedience. Okay. It's back on us and our responsibility, right? വീണ്ടും ന്യായപ്രമാണം മനുഷ്യന്റെ മേൽ ഉത്തരവാദിത്വം എന്ത് ചെയ്തു? ഇട്ടുകൊടുത്തിരിക്കുക. And you're back with the law working with my weakness. എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, അതിനെ പരിഹരിപ്പാൻ യാഗങ്ങൾ. വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഒരു 40 വർഷം ആ തലമുറ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക.
I think maybe the Hebrews would have been surprised as they read the letter. ഈ ലേഖനം വായിച്ചപ്പോൾ എബ്രായ വിശ്വാസികളും അത്ഭുതപ്പെട്ട് കാണും, എന്തുകൊണ്ട് ഈ 40 വർഷത്തെ ചരിത്രമൊന്നും ഇവിടെ ലേഖനകാരൻ എഴുതുന്നില്ല. Maybe they would think, this is missing something. ഇവിടെ എന്തോ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ്. This is missing 40 years of our history. 40 വർഷത്തെ ചരിത്രമാണ് ഇവിടെ വിട്ടുകളഞ്ഞേക്കുന്നത്. I think maybe their mind would stop too. അവരൊന്ന് ഇരുന്ന് ചിന്തിച്ച് കാണും, എന്തേ ഈ 40 വർഷത്തിൽ ഇത്രയും അത്ഭുതം അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ നടന്നിട്ട് If it's not included as by faith, അതൊന്നും വിശ്വാസത്തിന്റെ പ്രവൃത്തികളായിരുന്നില്ല എന്നാണ് പറയുന്നത്. then it is included as impossible to please God. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തികളാൽ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. I was surprised when I read that. തിരുവചനം വായിച്ചു വന്നപ്പോൾ ഈ ഭാഗം എത്തിയപ്പോൾ I can see your faces. Maybe you're a little surprised എൻ്റെ too. മനസ്സൊന്ന് ഉടക്കി, എന്തേ ഈ 40 വർഷക്കാലത്തെ ജീവിതമൊന്നും It's not even mentioned. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. So if we, even many years later, if we're building our relationship with God based on rules we think we're supposed to follow, ഞാനൊരു കാര്യം പറയാം, ക്രിസ്തീയ ജീവിതത്തിലേക്കും കടന്നു വന്ന് നമ്മൾ കുറേ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കി അതിന്മേലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവപ്രസാദം നമുക്ക് ലഭിക്കത്തില്ല. കാരണം നമ്മുടെ പ്രവൃത്തികളാൽ നാം നീതീകരിക്കപ്പെടാൻ പോവുക, നീതീകരണം അന്വേഷിക്കുക. we wouldn't be following the example of Abraham or those who came before Moses even. അബ്രഹാമിനെ പോലെയോ അല്ലെങ്കിൽ മോശയ്ക്ക് മുൻപ് ജീവിച്ച ഭക്തന്മാരെ പോലെയോ വിശ്വാസത്താലുള്ള ഒരു നീതീകരണത്തിനായിട്ടല്ല നമ്മൾ പരിശ്രമിക്കുന്നത്, പ്രവൃത്തികളാൽ നീതീകരണം പ്രാപിപ്പാൻ നാം പരിശ്രമിക്കുക. So let's think for a few minutes about that story of the crossing of the Red Sea and then the falls of the wall of Jericho and what happened in between. ചെങ്കടൽ കടന്നതും എരിഹോ മതിൽ വീഴുന്നതുമായ ഈ 2 സംഭവത്തിൻ്റെ ഇടയ്ക്ക് എന്താ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Something needed to change to help Israel. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഒരു സമൂലമായ ഒരു മാറ്റം വരേണ്ടത് ആവശ്യമായിരുന്നു. Do you remember what happened before the walls of Jericho fell? എരിഹോ മതിൽ വീഴുന്നതിന് മുൻപ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ കാര്യം എന്നാണെന്നറിയാമോ? It was shortly after the people entered the promised land. അവർ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. There came a time when God said to Moses, ദൈവം മോശയോട് അരുളി ചെയ്തു, your time is finished. മോശേ, നിന്റെ സമയം തീർന്നിരിക്കുക, Soon you will die. നീ മരിക്കാൻ പോവുക. Gather the people together അതുകൊണ്ട് ജനത്തെ നീ കൂട്ടിവരുത്തണം, and bring Joshua with you. യോശുവയെ നീ മുൻപിൽ കൊണ്ടുവരണം. And the Bible tells us വേദപുസ്തകം പറയുന്നു നമ്മളോട്, in the book of Deuteronomy, ആവർത്തന പുസ്തകം, oh, it's so small on my page I can hardly read it. yes, let me help you. Deuteronomy ആവർത്തന പുസ്തകം 31 അധ്യായത്തിന്റെ, let's look at Deuteronomy chapter 31. ആവർത്തനം 31ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ എടുത്തവർ വായിച്ചാട്ട്. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുക അവനോട് ഇപ്രകാരം പറഞ്ഞു, ബലവും അല്ലെങ്കിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും. നീ അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും, അവിടുന്ന് നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിച്ചു പോവുകയും അരുത്. Yes, we read. That was 7 and 8? Yes. Or 7 and 8. Yes. So Moses brings Joshua before the people. ഇതാ മോശയുടെ നിര്യാണത്തിന് മുൻപ് മോശ യോശുവയെ ജനത്തിന് മുൻപാകെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. And I like what the scripture says. What Moses said, all the people could hear. നോക്കുക, മോശ പറയുന്നത് എല്ലാ ഇസ്രായേൽ ജനങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. And he says to Joshua, യോശുവയോട് പറയുന്നു, you will go with this people. നീ ഈ ജനത്തോടുകൂടെ മുൻപോട്ട് പോകും. And you will enable them to possess the land. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം കൈവശമാക്കുവാൻ നീ അവരെ സഹായിക്കും.
you will enable them. നീ അവരെ സഹായിക്കും. What did Israel have to do to go into the promised land? ആ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കേണ്ടതിന് ഇസ്രായേലിന് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? All they had to do was go with Joshua. അവർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, യോശുവയുടെ കൂടെ ചേർന്ന് നിൽക്കുക. If you will go with Joshua, നിങ്ങൾ യോശുവയുടെ കൂടെ പോകാമെങ്കിൽ you will inherit the land. നിങ്ങൾക്ക് ദൈവം വാഗ്ദത്ത ദേശം നിങ്ങൾക്ക് കൈവശമാക്കാൻ കഴിയും. I will treat you based on Joshua. ഞാൻ നിങ്ങളെ യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. Who is our Joshua? ആരാ നമുക്ക് യോശുവ, നമ്മുടെ വാഗ്ദത്ത ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയുന്ന യോശുവ നമ്മളെ സംബന്ധിച്ച് ആരാണ്? Jesus is our Joshua. യേശുവാണ്. And what does God say to us? എന്താണ് നമ്മോട് പറയുന്നത്? ദൈവം What I want you to have, നിങ്ങൾ ചെയ്യേണ്ടത്, I don't give to you because of you. നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ പ്രാപ്തി കൊണ്ടോ അല്ല ഞാൻ ഈ ദേശം നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. I give because of my love. ഞാൻ തന്നിരിക്കുന്ന വാഗ്ദത്ത പ്രകാരമാണ് നിങ്ങൾക്കിത് ചെയ്യാൻ പോകുന്നത്. And I have made the way through Jesus. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ഈ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും. What are we supposed to do? നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്തേ ഉള്ളൂ? Just go with Jesus. യേശുവിനോടൊപ്പം നമ്മൾ അങ്ങ് നടന്നേച്ചാൽ മാത്രം മതി. Didn't the book of Hebrews earlier say that he is the heir of all things? അവൻ സകലത്തിന്റെയും അവകാശി എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ. Without him we have nothing. അവനെ കൂടാതെ നമുക്കൊന്നും ലഭ്യമല്ല, ഒന്നും പ്രാപിപ്പാൻ സാധ്യവുമല്ല. But with him അവനോടൊപ്പം നിന്നാലോ we have what God has നമുക്ക് given. സകലവും ദൈവം വാഗ്ദത്തം സകലവും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. What do we do? നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, We'll go with Jesus. യേശുവിനോടൊപ്പം നടക്കുക, We'll go with Jesus. യേശുവിനോടൊപ്പം ജീവിക്കുക. Let's say it one more time. We'll go with Jesus. നമുക്ക് യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. When I read this passage from Deuteronomy, ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ it seems to me that what God is saying to Israel is this: ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ഇങ്ങനായിരുന്നു, if you don't go with Joshua, നിങ്ങൾ യോശുവയോടൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ, പോകുന്നില്ല എങ്കിൽ, you don't go at all. നിങ്ങൾക്ക് ഈ വാഗ്ദത്തങ്ങളൊന്നും പ്രാപിപ്പാൻ സാധ്യമല്ല. If you do go with Joshua, എന്നാൽ നിങ്ങൾ യോശുവയോടൊപ്പം നിന്ന് അവനോടൊപ്പം യാത്ര ചെയ്യുന്നെങ്കിൽ you will succeed. നിങ്ങൾക്ക് ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ അനുഭവിക്കാനായിട്ട് കഴിയും. That's all. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. Go with Joshua. യോശുവയോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക. It's foreshadowing the truth of Jesus. നോക്കുക, യേശുവിന് നിഴലായിട്ട് യോശുവ നിലകൊള്ളുകയാണ്. If you go with him, you will do well. അവനോടുകൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ശുഭമായിരിക്കും. If you don't go with Joshua, നിങ്ങൾ അവനോടുകൂടെ പോകുന്നില്ലെങ്കിലോ how else will you get there? വേറെ എവിടെ നിങ്ങൾ പോകാനാ? It will not work. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ സാധ്യമല്ല. The story of Joshua is pointing us to a greater truth. നോക്കുക, യോശുവയുടെ ജീവിതം നമ്മെ ഒരു വലിയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. That Jesus is the source of all we need from God. നമ്മുടെ ജീവിതത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശു മാത്രം. We talked a bit earlier tonight that we need righteousness and holiness. നമുക്ക് നീതി ആവശ്യമാണ്, നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. It doesn't come from us. അത് നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയത്തില്ല, നമ്മളിൽ നിന്ന് തന്നെ പുറത്തു വരത്തില്ല. It comes from the greater Joshua. അത് നമ്മുടെ രക്ഷകനാകുന്ന യേശുവിൽ നിന്നാണ് നമ്മൾ പ്രാപിപ്പാൻ പോകുന്നത്. Sometimes we need help in our bodies. We need healing and strength. നമുക്ക് ചിലപ്പോൾ ശാരീരികമായ സൗഖ്യം ആവശ്യമുണ്ട്. We can look to the greater Joshua. നമുക്ക് നമ്മുടെ രക്ഷകനാകുന്ന യേശുവിലേക്ക് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. Sometimes maybe we have difficulties with family or other people we know. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി ചില ഇടർച്ചകളോ ഭാരങ്ങളോ നമുക്കുണ്ടായെന്ന് വന്നേക്കാം. Or we just don't know what to do. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. We can go to our greater Joshua. നമ്മൾക്ക് നമ്മുടെ രക്ഷകനാകുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നെല്ലാം. We're told that his wisdom is given to us. അവന്റെ ജ്ഞാനം അവൻ നമുക്ക് പകർന്നു തരും. We're told that his righteousness is അവന്റെ ours. നീതി അവിടുന്ന് നമുക്ക് പകർന്നു തരും. We're told that he is our peace. അവൻ നമ്മുടെ സമാധാനമായി തീർന്നിരിക്കുകയാണ്. We have the greater Joshua. നമുക്ക് ഒരു വലിയ യോശുവ നമുക്ക് വേണ്ടിയുണ്ട്. യോശുവയേക്കാൾ വലിയവനായിട്ട് നമുക്ക് ഇവിടെ ഒരുവനുണ്ട്. One more point on this story before we finish for today. ഇത് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. I think there's a little bit of a symbolic side of things. ഇതിനകത്ത് പ്രതീകാത്മകമായിരിക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. Before Joshua led the people across the river, അതായത് യോർദാൻ നദി കടക്കുന്നതിന് മുൻപ് യോശുവ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. God says to him, യോശുവയോട് ദൈവം പറയുന്നു, my servant Moses is dead.
എൻ്റെ ദാസനായ മോശ മരിച്ചിരിക്കുന്നു. Now, ഇത് മോശ മരിച്ചു കഴിഞ്ഞു ഇപ്പം കേട്ടോ. Joshua knew that, of course. യോശുവയ്ക്ക് അറിയാം മോശ മരിച്ചെന്ന് യോശുവയ്ക്ക് നല്ലപോലെ അറിയാം. But I think there's a reason for those words being in the scripture. പക്ഷേ അത് യോശുവയെ ഓർമ്മിപ്പിച്ചതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. Moses is dead. മോശ മരിച്ചിരിക്കുന്നു. There was nothing wrong with Moses. മോശയ്ക്ക് കുഴപ്പമൊന്നുമില്ല. The book of Hebrews says he was faithful. മോശയെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത് അവൻ വിശ്വസ്തനായിരുന്നെന്നാ. He did what God wanted him to do. അവനെ കൊണ്ട് എന്ത് ദൈവം ചെയ്യിക്കാൻ ആഗ്രഹിച്ചോ അത് മുഴുവൻ മോശ ചെയ്തു. He made mistakes. പരാജയങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. But the letter says he was faithful. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അവൻ വിശ്വസ്തനായിരുന്നു എന്ന്. But there came the time when Moses died. എന്നാൽ മോശയുടെ ശുശ്രൂഷകാലം ഇപ്പോൾ തീർന്നിരിക്കുക. And when Moses died, മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ his ministry was finished. അവന്റെ ശുശ്രൂഷയും അവസാനിച്ചു. There's a new leader, ഒരു Joshua. ദൈവം ഒരു പുതിയ നേതൃത്വത്തെ മുൻപോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് യോശുവയെ. I think the natural story is again pointing us to a greater truth. ഈ നടന്ന സംഭവങ്ങൾ ആഴമായിരിക്കുന്ന ഒരു ആത്മീയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. The time of the law came to an end ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിക്കുകയാണ്. when the greater Joshua fulfilled the law. യോശുവയേക്കാൾ വലിയവനായ ഒരുവൻ വന്നപ്പോൾ, മോശയേക്കാൾ ശ്രേഷ്ഠ ഒരുവൻ വന്നപ്പോൾ ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു. I like to say the book was closed on the law. നോക്കുക, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പഠിപ്പിക്കലുകൾ അവസാനിച്ചിരിക്കുന്നു യേശുവിന്റെ വരവോടുകൂടെ. It was finished in Jesus. യേശുവിൽ അത് അവസാനിച്ചിരിക്കുക. And we go forward with the greater Joshua. ഇനി നാം മുന്നോട്ട് പോകേണ്ടത് യോശുവയേക്കാൾ വലിയവനായ യേശുവിനെ നോക്കിക്കൊണ്ടാണ്. Remember the apostle Paul was writing, I believe, to the Corinthians. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. And we'll finish here tonight. അതോടുകൂടെ ഞാൻ അവസാനിപ്പിക്കാം. I think we should look at 2 Corinthians chapter 3. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. 2 Corinthians chapter 3. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം. The apostle Paul, of course, is writing. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് അവിടെ എഴുതുന്നത്. Yes. Let's start at verse 7. 7-ാം വാക്യം. Verse 7 and 8. Sure, go ahead. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. What was written on stones? എന്തായിരുന്നു കല്ലിൽ എഴുതിയ പ്രമാണം എന്ന് പറയുന്നത്? The commandments were written on ന്യായപ്രമാണം, stone. 10 കൽപ്പനകൾ കല്ലിലല്ലോ എഴുതി കൊടുത്തേ. And Paul says they were the ministry of death. അത് മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നെന്നാ പൗലോസ് ഇവിടെ പറയുന്നത്. The ministry of ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ death. മരണത്തിന്റെ ശുശ്രൂഷ എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. I don't want that ministry. അത് ചെയ്യാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. I don't think you do either. നിങ്ങളെയും അതിനാണ് വിളിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. We have the ministry of life and righteousness through നമുക്ക് Jesus. നീതിയുടെയും ജീവന്റെയും ശുശ്രൂഷയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. Now let's look towards the end of chapter 3. അതിന്റെ അവസാനത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വന്നട്ടെ. Verses 17 and 18. 17-ഉം 18-ഉം വാക്യങ്ങള്. Go ahead. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. We are transformed from glory to glory. നാം തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. Sometimes I've heard this verse in different messages. പലപ്പോഴും പല ആളുകൾ ഈ വേദഭാഗം എടുത്ത് പല രീതിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. And it's sometimes presented as though believers are on a continuous journey. ചിലർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തേജസ്സിൽ നിന്ന് ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ പ്രാപിച്ച്
അത് അവസാനിക്കുന്ന അതേ പ്രതിമയായിത്തീരുന്നൊരു ഇതാണെന്ന് പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. From glory to glory to glory to glory to glory to glory. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, ഇങ്ങനെ കൊല്ലം കഴിയുന്തോറും തേജസ് കൂടി 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 അങ്ങ്. But that's not what Paul wrote. പൗലോസ് അതല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. He says we are transformed from glory to glory. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, From one to another. ഒന്നിൽ നിന്ന് രണ്ടിലേക്ക്, The end. തീർന്നു അതോടുകൂടെ മറ്റൊന്നിലേക്ക്. We are transformed, well, more for the people of Bible times, really. We are changed from the glory of the Old Testament law to the glory of life in Christ Jesus. ഇവിടെ പറയുന്നതെന്ന് അറിയാമോ, കല്ലിൽ എഴുതപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയ്ക്കൊരു തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മെ അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മെ മാറ്റിയിരിക്കുക. നാം ഇപ്പോഴേ അതേ തേജസ്സിൽ ജീവിക്കുന്നവരാ. The law of the Lord is perfect. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാ. But it has me for a weakness. എന്നാൽ എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം എനിക്കത് പ്രാപിക്കാനൊത്തില്ല. I need the ministry of Moses to end, and I need the greater Joshua. ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ആ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിട്ട് So that's what God യേശു has done for ക്രിസ്തുവിലൂടെ us. എനിക്ക് തന്നിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം ഞാൻ പ്രാപിക്കുന്ന ആ നിമിഷത്തിൽ, അത് വിശ്വസിക്കുന്ന ആ നിമിഷത്തിൽ അക്ഷരത്തിൻ്റെ പ്രമാണത്തിന് ലഭിച്ച തേജസ്സിനേക്കാൾ കൃപയുടെ പ്രമാണത്തിന് ലഭിക്കുന്ന തേജസ്സേറിയ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. Amen. I hope these last few days have been helpful and joyful for you. അതുകൊണ്ട് ഇത് മരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ തേജസ് അതിനെയല്ല പറയുന്നത്. ഇപ്പോഴേ നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് തേജസ്സേറിയ അനുഭവം പ്രാപിക്കാൻ And I വേണ്ടി. want to thank you for letting me share this time with you. ഈ 2 ദിവസം നിങ്ങളുമായിട്ട് ചെലവഴിച്ചതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.